എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ആ മാൻഷന്റെ ഉള്ളിലെ വലിയ മൈതാനം കാണിക്കും. അവിടെയാണെങ്കിൽ എല്ലാവരും വരാൻ പോകുന്ന ഫൈറ്റ് അത് കാണാനായിട്ട് ആർജവത്തോടുകൂടെ കാത്തിരിക്കുകയാണ്. അതിലും എല്ലാവർക്കും അത്ഭുതവും ആങ്സൈറ്റിയും തോന്നുക എയ്സിന്റെ പവർ അത് അബ്സോർബ് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത ആ ഒരു ഡെവൽ ഫ്രൂട്ട് കണ്ടിട്ടാവും. അത് ശരിക്കും സത്യമായിരിക്കും എന്നൊക്കെ ചിലർ ചിന്തിക്കും. ആങ്കർ ആണെങ്കിൽ ഇപ്പൊ ഫൈറ്റിന്റെ റൂൾസ് അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കും. ഈ ഒരു ഫൈറ്റില് ഗ്ലാഡിയേഴ്സ് പോലും മത്സരിക്കുന്നുണ്ട് എന്നാൾ അനൗൺസ് ചെയ്യുകയാണ്. ഇത് വെറും ഒരു മത്സരമല്ല, ഈ ലോകത്തിൽ വെച്ച് തന്നെ ഏറ്റവും ബ്രഹ്മാണ്ഡമായ മത്സരമാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമാണ് ഇതിൽ മത്സരിക്കുന്നത്. അത്രയും വെർത്ത് ആയിട്ടുള്ള ഗിഫ്റ്റ് ആയിരിക്കും അവർക്ക് കിട്ടുക. ഗ്ലാഡിയേറ്റേഴ്സ് മാത്രമല്ല, ഡോഫ്ലിമിംഗോ അദ്ദേഹത്തിന്റെ ഫാമിലിയിൽ നിന്ന് പോലും ഒരുപാട് പേര് മത്സരിക്കുന്നുണ്ട്. അതിലൊന്നാമൻ പിങ്കാണ്. അവനത് പറയേണ്ട താമസം ഇപ്പൊ ആ സ്റ്റേഡിയത്തില് ജനങ്ങളുടെ ആരവവും ശബ്ദമൊക്കെ അങ്ങനെ 10 മടങ്ങായി ഉയരുകയാണ്. അടുത്തതായിട്ട് ആങ്കർ അനൗൺസ് ചെയ്യും ഡെലിഞ്ചർ, അതിനുശേഷം ലോജി, മാച്ചിസ് എന്നിങ്ങനെ ഡോഫ്ലിമിംഗോയുടെ ആൾക്കാരുടെ പേരുകൾ വിളിച്ചു പറയും. ഇതിനു മുൻപുണ്ടായ മത്സരങ്ങളിൽ ഇവരായിരുന്നു ടോപ്പേഴ്സ് ആയിട്ട് വന്നത്. അവസാനമായിട്ട് ഡയാമാൻഡെ കുറിച്ച് സംസാരിക്കും. ആക്ച്വലി അവനെയാണ് ഈ ഒരു മത്സരം നടത്താനായിട്ട് ഈസിന്റെ ഡ്രാഗൺ ഫ്രൂട്ടും കൊടുത്ത് ഡോഫ്ലിമിംഗോ ഇവിടേക്ക് അയച്ചത്. ജനങ്ങളാണെങ്കിൽ മത്സരം തുടങ്ങാനായിട്ട് മുറവിളി കൂട്ടും. കട്ട് ചെയ്ത ഇവിടെ ലൂഫിക്ക് അത് വിശ്വസിക്കാനായിട്ട് കഴിയില്ല. സത്യം പറയും, നീ പറഞ്ഞതൊക്കെ ഉള്ളതാണോ? എന്റെ ചേട്ടന്റെ പവർ തന്നെയാണോ ആ ഡെവൽ ഫ്രൂട്ടിലുള്ളത്? ഇനി ഒരു പക്ഷേ ഒരേ പവറുള്ള 2 ഡെവൽ ഫ്രൂട്ട് ഉണ്ടോ? അതിനവൻ പറയും ഇല്ല, ഒരേ പവറുള്ള ഒരു ഡെവൽ ഫ്രൂട്ട് മാത്രമേ ഉള്ളൂ. ആക്ച്വലി ഡെവൽ ഫ്രൂട്ടിന്റെ പവറുള്ള ഒരാൾ മരിച്ചാൽ അവരുടെ ബോഡിയിലെ ആ ഡെവൽ ഫ്രൂട്ടിന്റെ പവർ അത് പുറത്തേക്ക് പോയി മറ്റൊരു ഡെവൽ ഫ്രൂട്ടായി രൂപാന്തരം പ്രാപിക്കും. അങ്ങനെ ആ ഒരു പവറും ഡെവൽ ഫ്രൂട്ടും റീസൈക്കിൾ ചെയ്തുകൊണ്ടേയിരിക്കും. ആ ഒരു ഡെവൽ ഫ്രൂട്ട് അത് എവിടെയാണെന്ന് മനസ്സിലാക്കിയ ഡോഫ്ലിമിംഗോ അത് കറക്റ്റ് ആയിട്ട് കണ്ടെത്തി അവൻ കൈവശപ്പെടുത്തി. ഇപ്പൊ ഈ ഒരു മത്സരത്തിന് സമ്മാനമായിട്ട് അവനത് കൊടുക്കാനായിട്ട് പോവാണ്. ഇവിടെ ലൂഫി ആണെങ്കിൽ തറപ്പിച്ച് പറയും, ഒരു കാരണവശാലും ആ ഡെവൽ ഫ്രൂട്ട് അതാ ഡോഫ്ലിമിംഗോയ്ക്കോ അവന്റെ ആൾക്കാർക്കോ ഞാൻ വിട്ടുകൊടുക്കില്ല. ആ മത്സരത്തിൽ ഞാൻ തന്നെ അത് കരസ്ഥമാക്കും. പക്ഷെ എനിക്കാണെങ്കിൽ ആ ഡെവൽ ഫ്രൂട്ട് കഴിക്കാൻ പറ്റില്ല. ഓൾറെഡി എനിക്കൊരു ഡെവൽ ഫ്രൂട്ടിന്റെ പവർ ഉണ്ട്, നിനക്ക് വേണോ എന്ന് അവൻ ഫ്രാങ്കിയോട് ചോദിക്കും. ഉടനെ ഫ്രാങ്കി പറയും, എനിക്കതിന്റെ ആവശ്യമില്ല, എനിക്ക് എന്റെ സ്വിമ്മിങ് എബിലിറ്റി അത് കളയാനായിട്ട് യാതൊരു താല്പര്യവുമില്ല. ലൂഫി അത് ആർക്ക് കൊടുക്കുമെന്ന് ആലോചിക്കും. അതേസമയം ഇവിടെ ഫ്രാങ്കിക്ക് ഒരു ഡൗട്ട് തോന്നും, ഒരു പക്ഷേ ഇതൊരു ട്രാപ്പ് ആണെങ്കിലോ? കാരണം ഓൾറെഡി ആ ഡോഫ്ലിമിംഗോ അവൻ ഫോണിലൂടെ ലൂഫിക്കായിട്ട് എന്തോ ഒന്ന് കരുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതാണ്. തീർച്ചയായിട്ടും ഇത് ട്രാപ്പ് തന്നെ ആയിരിക്കുമെന്ന് ഇപ്പൊ ഫ്രാങ്കി അവൻ തീർത്തു പറയും. ലൂഫി സിമ്പിൾ ആയിട്ട് പറയും, അത് ട്രാപ്പ് ആണെങ്കിലും എന്താണെങ്കിലും എനിക്ക് കുഴപ്പമില്ല, പക്ഷെ അതെനിക്ക് കിട്ടണമെന്ന് പറഞ്ഞ് ഫ്രാങ്കി ആയിട്ട് അവിടുന്ന് കടന്നു പോകും. വില്ലനാണെങ്കിലും വണ്ടറടിക്കും, അത് അത്ര എളുപ്പത്തിലൊന്നും നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റില്ല എന്ന് പറയും. മറ്റൊരു ഭാഗത്ത് പിന്നാലെ വന്ന സാഞ്ചി ആണെങ്കിൽ ഇപ്പൊ സോറോട് പറയും, സോറോ നിന്റെ കയ്യില് 2 സ്ക്വാഡില്ലേ, തൽക്കാലം നീ അത് വെച്ച് ഫൈറ്റ് ചെയ്യും. പക്ഷെ സോറോ ആണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവന്റെ സ്ക്വാഡിന് പിന്നാലെ പോകും. സാഞ്ചി ആണെങ്കിൽ ദൂരത്തു നിന്നായിട്ട് ഒരു പാട്ടിന്റെ ശബ്ദം കേൾക്കും. അവൻ അവിടേക്ക് നോക്കും, ഒരു ചുന്ദരി പെണ്ണ് അവിടെ നൃത്തം ചെയ്യുകയാണ്. മനോഹരമായിരിക്കുന്നു എന്ന് പറഞ്ഞ് അവനിപ്പോ ആ പെൺകുട്ടിയും വായി നോക്കി നിൽക്കും. അവളുടെ പേര് വയലറ്റ് എന്നാണ്. അവൾ ഡാൻസ് കളിച്ച് കയ്യിലുള്ള ആ റെഡ് റോസ് അതിപ്പോ വലിച്ചെറിയാണ്. റൊമാൻറ്റിക് ഹീറോ സാഞ്ചി അവനാണെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് ക്യാച്ച് ചെയ്യും. സാഞ്ചി ആണെങ്കിൽ ഇപ്പൊ സോറയൊക്കെ മറന്ന് അവളെ തന്നെ നോക്കി നിൽക്കും. അതിനുശേഷം ആ ഒരു സ്ട്രീറ്റിലൂടെ നടക്കുകയാണ്. അവിടെയാണെങ്കിൽ ഒരുപാട് കപ്പിൾസ് കൊഞ്ചി കുറുവി ഡാൻസ് ഒക്കെ കളിച്ച് സ്റ്റൈലായിട്ട് നിൽക്കുകയാണ്. സാഞ്ചിക്കാണെങ്കിൽ അതൊക്കെ കണ്ട് കുറച്ച് അസൂയം തോന്നും. അപ്പൊ ആരോ ഒരാള് ഇപ്പൊ സാഞ്ചിയെ പുറകിൽ നിന്ന് വിളിക്കുകയാണ്. അവൻ തിരിഞ്ഞു നോക്കും, അത് മറ്റാരുമല്ല, ആ വയലറ്റ് പെണ്ണ്. സാഞ്ചി അവളെ കണ്ട് ഒരു സെക്കൻഡ് ഫ്രീസ് ആവും. അവള് അവനോട് ഹെൽപ്പ് ചോദിക്കും, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരു അല്പസമയം എന്നെ കവർ ചെയ്ത് നിൽക്കോ? 2 ഗാർഡ്സ് ആണെങ്കിൽ അവളെ ഫോളോ ചെയ്ത് വരികയാണ്. ആ സോൾജേഴ്സിനാണെങ്കിൽ സാഞ്ചിയുടെ പുറകിൽ മറഞ്ഞു നിൽക്കുന്ന ആ വയലറ്റ് പെണ്ണിനെ അവളെ കണ്ടെത്താനാവില്ല. അവൾ ഇവിടെ തന്നെ ഉണ്ടാവും. രക്ഷപ്പെട്ടു പോകുന്നതിന് മുൻപ് നമുക്ക് അവളെ പിടിക്കണമെന്ന് പറഞ്ഞ് സോൾജേഴ്സ് ആണെങ്കിൽ ഓരോ ഭാഗത്തേക്ക് പോവാണ്. ഇവിടെ ആ വയലറ്റ് പെണ്ണ് അവളാണെങ്കിൽ സാഞ്ചിയോട് താങ്ക്സ് ഒക്കെ പറഞ്ഞ് കടന്നു പോകാൻ ശ്രമിക്കും. പക്ഷെ സാഞ്ചി ആണെങ്കിൽ അവളെ വിടാതെ ഇറുക്കി പിടിച്ചിരിക്കുകയാണ്. എന്തുപറ്റി, നീ എന്തായി ചെയ്യണേ? ആ സോൾജേഴ്സ് പോയി എന്നെ വിടാൻ പറഞ്ഞ് അവളാണെങ്കിൽ അവനെ പിടിച്ച് തള്ളും. അപ്പോഴായിരിക്കും അവന്റെ ഫേസ് അവൾ നോട്ടീസ് ചെയ്യുക. മൂക്കിലൂടെ ബ്ലഡ് വന്ന് സാഞ്ചി ആണെങ്കിൽ ഇപ്പൊ പതിയെ താഴേക്ക് വീഴും. അവൾ ചോദിക്കും, അയ്യോ എന്തു പറ്റി, എന്താ ഉണ്ടായേ? എന്റെ തല.
അത് നിന്റെ മൂക്കിലിടിച്ചോ? അങ്ങനെയാണോ ബ്ലഡ് വന്നേ? അതിന് സാഞ്ചി പറയും, അയ്യോ ഇല്ല ഇല്ല, അങ്ങനെയൊന്നും അല്ല. നിന്നെ പോലെ ചുന്ദരിയായിട്ടുള്ള പെണ്ണുങ്ങൾ എന്റെ അടുത്ത് വന്നാ ഞാൻ ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആവും. അപ്പൊ എന്റെ മൂക്കിലൂടെ ഓട്ടോമാറ്റിക് ആയിട്ട് ബ്ലഡ് വരും. അവളാണെങ്കിൽ ആ ബ്ലഡ് ഒക്കെ ഇപ്പൊ മോപ്പ് ചെയ്ത് കൊടുക്കും. അത് കണ്ട് സാഞ്ചിക്കാണെങ്കിൽ ഡബിൾ സന്തോഷം. സാഞ്ചിയുടെ എക്സ്പ്രഷനും സംസാരമൊക്കെ കേൾക്കുമ്പോൾ തന്നെ അവൾക്ക് പിടികിട്ടും സാഞ്ചിക്ക് അവളെ ഭയങ്കരമായിട്ട് ഇഷ്ടമായെന്ന്. ദയവ് ചെയ്ത് എന്നെ നീ ഇഷ്ടപ്പെടരുത്, ആരും എന്നെ ഇഷ്ടപ്പെടാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞ് അവളിപ്പോ പൊട്ടിക്കരയും. ഞാനൊരുത്തനെ കത്തി വെച്ച് വെട്ടി പരിക്കേൽപ്പിച്ചു. ഇപ്പൊ എല്ലാവരുടെയും മുൻപിൽ ഞാനൊരു കുറ്റവാളിയാണ്. ആ സോൾജിയേഴ്സ് അവരെന്നെ പിടിക്കാൻ ഈ ഐലാൻഡ് മുഴുവൻ അലഞ്ഞു നടക്കുകയാണ്. സോ അതിന്റെ കൂടെ ഇങ്ങനെ ഒരു തലവേദന കൂടെ എനിക്ക് എടുത്തു വെക്കാൻ വയ്യ. പക്ഷെ സാഞ്ചി ആണെങ്കിൽ കൂളായിട്ട് പറയും, അതുകൊണ്ടൊന്നും ഒരു പ്രശ്നവുമില്ല, നിന്നെ അവരിൽ നിന്നെല്ലാം ഞാൻ പ്രൊട്ടക്ട് ചെയ്യുന്നു പറയും. അവളാണെങ്കിൽ അവന്റെ കൈ പിടിച്ച് പറയും, നിനക്ക് വിരോധമില്ലെങ്കിൽ നെക്സ്റ്റ് ഐലാൻഡിലേക്ക് എന്നെ എത്തിക്കാൻ പറ്റുമോ? എനിക്ക് അവിടെ ഒരാളെ കൊല്ലാനുണ്ട്. സാഞ്ചിക്കാണെങ്കിൽ ആദ്യം അത് കേൾക്കുമ്പോൾ വല്ലാത്ത പേടി തോന്നും. പക്ഷെ പിന്നീട് അവളുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത സോറോ അവൻ വമ്പ കലിപ്പില് ആ ഐലാൻഡ് മുഴുവൻ ഓടി നടക്കുകയാണ്. എന്തൊക്കെ സംഭവിച്ചാലും എന്റെ സ്ക്വാഡ് മാത്രം ഞാൻ വിട്ടുകൊടുക്കില്ല. ഇത്രയും വൃത്തികെട്ട ഒരു ഐലാൻഡ് ഞാൻ എന്റെ ലൈഫിൽ കണ്ടിട്ടില്ല. ബൊമ്മകൾ ജീവിക്കുന്ന ഐലാൻഡ്, ആദരങ്ങൾ അടിച്ചുകൊണ്ട് പോകുന്നവരെ ദേവത എന്ന് പറഞ്ഞ് ദൈവമായിട്ട് ആരാധിക്കുന്നു. വിഡ്ഢിത്തരങ്ങളാണ് ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞ് അവൻ ഉഷാറായിട്ട് ചാടി ഓടുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ നമ്മുടെ സാഞ്ചി അവനാണെങ്കിൽ അവളോട് പറയും, നീ എന്റെ സ്വത്ത് കുട്ടിയല്ലേ, നീ പേടിക്കണ്ട, ബോഡിഗാർഡായിട്ട് ഈ ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് അവൻ ഒരു സെക്കൻഡ് നാമിയോടും ബോബിനോടും മനസ്സിൽ സോറി പറയും. അതിനുശേഷം അവളുടെ കൂടെ നടക്കുകയാണ്. ആക്ച്വലി നമ്മൾ രണ്ടുപേര് കണ്ടുമുട്ടിയത് അത് ദൈവനിശ്ചയാണെന്നൊക്കെ പറഞ്ഞ് അവൻ അവളെ നൈസായിട്ട് ഹഗ് ചെയ്ത് മുൻപോട്ടേക്ക് നടക്കും. ഇവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ആ സാമുറായി കാണിക്കും. അവൻ ഇപ്പോഴായിരിക്കും അവന്റെ ഫ്രണ്ട് കാഞ്ചറോയെ കുറിച്ച് ഓർമ്മ വരിക. ഡോഫ്ലമിംഗോ പിടിച്ചോണ്ട് പോയ അവന്റെ ഫ്രണ്ട് കാഞ്ചറോ, അവനെ എത്രയും വേഗം കണ്ടുപിടിക്കണമെന്ന് ഒരു ചിന്ത അവന്റെ മനസ്സിൽ വരും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത സാഞ്ചി ആണെങ്കിൽ ക്ലോസ് ആയി കിടക്കുന്ന ഒരു റെസ്റ്റോറന്റിലേക്ക് അവളെയും കൂട്ടി വരും. അവളുടെ ചുന്ദരി പെണ്ണിന് ഡെലീഷ്യസ് ആയിട്ടുള്ള എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് ഇപ്പോഴത്തെ സാഞ്ചിയുടെ പ്രധാന ഉദ്ദേശം. അവൻ ആ ഹോട്ടലിന്റെ ഓരോ ഭാഗത്തേക്ക് നോക്കും. വളരെ വൃത്തിഹീനമായി കിടക്കുകയാണ്. പ്ലേറ്റ്സ് ഒക്കെ കൂട്ടിയിട്ടിരിക്കുന്നു. അത്തിക്ക് ക്ലീൻ ഇല്ല. കട്ടിംഗ് ബോർഡ് ആകെ ഡേർട്ടി ആയിട്ട് കിടക്കുന്നു. മൊത്തത്തില് വളരെ മോശം. സാഞ്ചി ആ റെസ്റ്റോറന്റിൽ കയറി നടക്കുന്ന കണ്ട ആ റെസ്റ്റോറന്റിലെ ആൾക്കാർ അവരാണെങ്കിൽ ഒരു കുപ്പിയൊക്കെ എടുത്ത് സാഞ്ചി അറ്റാക്ക് ചെയ്യാൻ ആഞ്ഞടുക്കും. സാഞ്ചി ആണെങ്കിൽ നൊടിയിടയിൽ ആ പാത്രമൊക്കെ കഴുകി ക്ലീൻ ചെയ്ത് കത്തിയും ക്ലീൻ ആക്കി ഇപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പൊ ആണെങ്കിൽ അവൻ പുറത്തെന്തോ വലിയ ശബ്ദം കേൾക്കും. പുറത്തേക്ക് വരും. അത് മറ്റാരുമല്ല, സാക്ഷാൽ സോറ. അവൻ ഇപ്പോഴും അവന്റെ സ്ക്വാഡ് അന്വേഷിച്ച് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അവന്റെ തൊട്ടു പുറകിലായിട്ട് ആ സാമുറായും. ഇവർ രണ്ടുപേരും ഇവരുടെ ഓട്ടം നിർത്തിയില്ലേന്ന് ചോദിച്ച് നമ്മുടെ സാഞ്ചി അവൻ വീണ്ടും അകത്തേക്ക് തന്നെ വരും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇവിടെ ഹീറോയും ഫ്രാങ്കയും അവർ രണ്ടുപേരും ആ പാലസിന്റെ അടുത്തേക്ക് വരികയാണ്. അവിടെയാണെങ്കിൽ സോൾജിയേഴ്സ് അവരൊരു ഡോൾ സോൾജിയറിന്റെ പുറകെ ഓടി അതിന് ഷൂട്ട് ചെയ്യാണ്. അതാണെങ്കിൽ ഓരോ ഗ്രില്ലിന്റെ ഒക്കെ ഇടയിലൂടെ ഇപ്പൊ ചാടി ഓടി രക്ഷപ്പെട്ടു പോകും. ആ ഡോൾ ആണെങ്കിൽ സോൾജിയേഴ്സിനോട് നിലവിളിച്ചു പറയും, ഞാനിപ്പോ ഈ മാൻഷന്റെ അകത്താണ്. ഈ മാൻഷന്റെ അകത്ത് ക്രിമിനൽസ് കയറിയാൽ പോലും ഷൂട്ട് ചെയ്യാനോ അറ്റാക്ക് ചെയ്യാനോ പാടില്ല എന്നാണ് റൂള്. സോ ഒരു കാരണവശാലും നിങ്ങൾ എന്നെ അറ്റാക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് അവനിപ്പോ ആ സോൾജിയേഴ്സിന്റെ കയ്യിൽ നിന്ന് നൈസായിട്ട് രക്ഷപ്പെടും. അതിനുശേഷം നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് വന്ന് നമ്മുടെ ആൾക്കാരെ കളിയാക്കാനും നമ്മുടെ ആൾക്കാരെ നോക്കി പൊട്ടിച്ചിരിക്കാനൊക്കെ തുടങ്ങും. ലൂഫി ഫ്രാങ്കിയോട് പറയും, ഇവിടെ വെച്ച് നമ്മൾ പിരിയാണ്, ഞാൻ ഈ ബാറ്റില് മത്സരിക്കാൻ പോവാണ്, എനിക്ക് ഫൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അവൻ അകത്തേക്ക് വരും. അത് കേട്ട് ആ ഡോളും ചുറ്റുമുണ്ടായിരുന്നവരെല്ലാവരും ഷോക്കാവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.